ഹലോ, ഹായ്. നമുക്കിന്നൊരു അടിപൊളി മീൻകറി ആക്കിയാലോ? അയലക്കറി. കുറേ ആയില്ലേ മീൻകറി ഒന്നും ഉണ്ടാക്കാത്ത. അപ്പോൾ ഇതാ ഞാൻ അയില ഒരു മൂന്ന് അയില തേച്ചിട്ടുണ്ട്. പിന്നെ പുളിവെള്ളം വേണം. പിന്നെ അതാ ഇഞ്ചി, പച്ചമുളക്, ഈരുള്ളി ഒരു ഉള്ളിയാണ് കേട്ടോ. പച്ചമുളക് 3, ഇഞ്ചി ഒരു കഷ്ണം, തക്കാളി ഒരു തക്കാളി, പിന്നെ തേങ്ങ ഒരു അരമുറി ഫുള്ളില്ല കേട്ടോ, കുറച്ച്. ഇതിന് 2 വെളുത്തുള്ളി, കുറച്ച് ഉലുവ, കുറച്ച് ജീരകം, എല്ലാം കുറച്ച് ഒരു ഇത്ര ഇങ്ങനെ കയ്യിലെടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം നമുക്കൊന്ന് മിക്സിയിൽ ഒന്ന് അരവാക്കി എടുക്കാം. മിക്സിയിൽ നമുക്ക് കുറച്ച് തേങ്ങ ഇടാം. കുറച്ച് തേങ്ങ ഇട്ടിട്ട് കൊടുത്തു. പിന്നെ മുളക് പൊടി, ഞാൻ മല്ലിപ്പൊടി ഉപയോഗിക്കില്ല, ഉപയോഗിക്കുന്നവരുണ്ടാവും. ഇട്ട് കൊടുത്തു. പിന്നെ ഒരു അരയും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ. പിന്നെ ഇതാ ഉള്ളി എല്ലാം വേണ്ട അതിൽ മതിയാവും. ഇതിൻ്റെ പകുതി ഉള്ളി ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് തട്ടിയിട്ടുണ്ട്. പിന്നെ വേണ്ടത് എന്താ, വെളുത്തുള്ളിയും ജീരകവും. ഉലുവ ഇടണ്ട, ഉലുവ നമുക്ക് വെളുത്തുള്ളി, പിന്നെ ജീരകം. വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലൊന്ന് അരച്ചിട്ടെടുക്കാം. മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചിട്ടെടുത്തിട്ടുണ്ട്. നമുക്കിത് ചട്ടിയിലേക്ക് മാറ്റാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് എണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ലേശം ഉലുവ ഒന്ന് ചൂടാക്കി, പിന്നെ ഉള്ളി ഇതെല്ലാം. അയിലക്കറി എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും. ഇപ്പോൾ അയിലുണ്ടല്ലോ, മത്തി അയിലെല്ലാം ഒരുപാട് കിട്ടുന്നുണ്ട്. അതുപോലെ എണ്ണ ചൂടാട്ട് ഇട്ടു. ചൂടായി. ഇനി ഇഞ്ചി, പച്ചമുളക്, ചേർത്ത് ഒന്ന് വഴണ്ടാൽ മതി കേട്ടോ. ഇത് കറിയിലേക്ക് തന്നെ ഇട്ടിട്ട് തിളപ്പിക്കാനാണ്. പിന്നെ കുറച്ചും കൂടി ടേസ്റ്റ് ആയിക്കോട്ട് നിർത്തി ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഉള്ളി ഇട്ട് കൊടുക്കാം. വഴറ്റി കൊടുക്കാം നന്നായിട്ട്. അതില എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുമല്ലേ, ചിലർക്ക് അതിൽ അത്ര ഇഷ്ടമല്ല. കറിയൊക്കെയാണ് കൂടുതൽ ടേസ്റ്റ് അതില. ഇനി നമുക്ക് ഇതിലേക്ക് കൂടുതൽ ഇതാവേണ്ടത് ഇത്രയും വേണ്ടു. നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി കുറച്ച് കരിയാമ്പലം ഇട്ട് കൊടുക്കാം കേട്ടോ, കരിവേപ്പില. പിന്നെ അതിലേക്ക് അരപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയിൽ നേരത്തെ അരച്ച് വെച്ചിട്ടില്ലേ, അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പുളീൻ്റെ വെള്ളം കൂട്ടാം. ആവശ്യത്തിന് പുളി മതി കേട്ടോ, കൂടുതൽ പുളി വേണ്ട. ഇത് മറ്റേ പുളിയും കൂട്ടാം, കുടംപുളിയും കുറച്ച് കൂട്ടിയാൽ മതി. ഞാൻ കുറച്ചേ കൂട്ടിയിട്ടു.
നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം പുളി. ഇനി നമുക്ക് ഇതിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് പിന്നീട് നോക്കി ചേർക്കാം. ഇപ്പോൾ കുറച്ചും കൂടി നമുക്ക് വെള്ളം ചേർക്കാം. കുറച്ച് കട്ടിയായിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതിപ്പോൾ എല്ലാം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അയില ഇട്ട് കൊടുക്കാം. മീനിട്ട് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ഇളക്കണ്ട. കയ്യിലുകൊണ്ട് ജലദോഷം പിടിച്ചുകൊണ്ട് സൗണ്ട് ക്ലിയർ ആവുന്നില്ല, സോറി കേട്ടോ. അതിലിട്ട് കൊടുത്തു കേട്ടോ. ഇനി ഇത് ചെറിയ തീയിൽ നന്നായിട്ട് കുറച്ച് സമയം തിളക്കട്ടെ. അപ്പോഴേ മീനിൻ്റെ ടേസ്റ്റ് കറിയിലേക്ക് വരും. ഉപ്പും പുളിയെല്ലാം പറ്റിയിട്ടുണ്ടോ നോക്കാം. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് ചെറിയ തീയിൽ വേവട്ടെ. മീൻ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തായി. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പം മീൻ കറി തിളച്ച് കുറുകി വരുമ്പോൾ അല്ലേ ടേസ്റ്റ് ആവില്ലേ. അടിപൊളി ആയിട്ട് തിളച്ചിട്ടുണ്ട്. കൈ കൊണ്ട് തന്നെ ചുറ്റി ഇങ്ങനെ അടിപൊളി മീൻ കറി ആയിട്ടുണ്ട്. നമുക്കൊരു കഷ്ണം എടുത്ത് നോക്കിയാലോ. നല്ല കട്ടി തന്നെ ആയിട്ടുണ്ട്. അതിന് കുറച്ച് സമയം കൂടി അടച്ചു വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് കുറച്ചൊരു 3 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് നോക്കാം. എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. മീൻ കറി റെഡി ആയിട്ടുണ്ടാവും. നമുക്ക് തുറന്നു നോക്കാം. നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. എല്ലാം കണ്ടില്ലേ, ജോയിൻ്റായി എല്ലാം ഭാഗത്തും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒറ്റിച്ചു കൊടുത്താൽ അടിപൊളി മീൻ കറി റെഡി. ലേശം ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ കണ്ടില്ലേ, സൂപ്പറായിട്ടില്ല മീൻ കറി, അയിലക്കറി റെഡിയായി. ഇത് നല്ല ടേസ്റ്റാണ്. ഇതിന് കൂടുതൽ മസാലകളൊന്നുമില്ലല്ലോ, പെട്ടെന്ന് ആവുകയും ചെയ്യും. അതിലേക്കെല്ലാം വേവെല്ലാം കുറവ് തന്നെയല്ലേ, പെട്ടെന്ന് വേവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. ഓക്കെ, താങ്ക് യു.